ആളിവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ സാറ് സെൻഡ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. സാർ, അതിന് നമ്മൾ അന്വേഷിക്കുന്ന ആൾ നെക്സലാകണമെന്ന് നിർബന്ധമില്ലല്ലോ. ആദിവാസിയാണേലോ. തനിക്കെന്താണ് ഇവന്മാരോട് ഇത്ര സിമ്പതി? ഇവന്മാരെ ഒന്നും വിശ്വസിക്കാനൊക്കില്ല. അവനെ ഈ കാട്ടിൽ നിന്ന് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. സാറേ, സൂക്ഷിച്ചിറങ്ങണേ. താനിത് ആദ്യമായിട്ടില്ല എൻ്റെ കൂടെ. ഇതിനു മുമ്പ് ഞാനിവിടെ നാളെ പിടിച്ചിട്ടുള്ളതാണ്. പോലീസ് പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. തനിക്കതൊരു ട്രെയിനിങ്ങും കൂടി ആയിക്കോട്ടെ. തനിക്കറിയാമോ, സർവീസിൽ കയറിയിട്ട് ഞാനിപ്പോൾ 10 വർഷമായി. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. സാറേ, സാറേ എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട. ആദ്യം അവൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് പോരെ ബാക്കി. എടോ, ഈ പണിക്കാരാണെങ്കിൽ കുറച്ച് ധൈര്യമൊക്കെ വേണം. അല്ലാതെ തന്നെ പോലെ ആശ്രിതമായി ജോലിക്ക് കയറിയിട്ട് താനിപ്പോൾ നടക്ക്. അയ്യോ, ഇനിയുണ്ടോ സാറേ? ഒന്നിരിക്കട്ടെ. അയ്യോ, എൻ്റെ ദൈവമേ. എടോ, തൻ്റെ വെള്ളം വല്ലതും ഉണ്ടോ? ഇല്ല സാറേ, ഇത്രയും ദൂരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എടോ, ഇവിടെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. സാറേ, ഇത് വീടാണോ എന്ന് എനിക്കൊരു സംശയം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ആരാടാ നീ? നീ ഇവിടെ താമസിക്കുന്നതാണോ? നിൽക്കണോ? നീ എന്താടാ ഇവിടെ? ആരാടാ നീ? എന്താണ് നിൻ്റെ പേര്? ആരാടാ നീ? നിൻ്റെ ഉദ്ദേശം എന്താ? നീ ആരാ? ഇവിടെ ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നില്ലേ എവിടെയാ? നീ എന്നെ പൊട്ടം കളിക്കണോ? സാറേ, അവൻ പൊട്ടനാന്ന് തോന്നുട്ടോ. സാറേ, അങ്ങോട്ടാന്ന് തോന്നുന്നു. നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണോടാ പൊട്ട? നീ ഞങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? സാറേ, നിൽക്കി സാറേ, എന്നെ എന്തോ കടിച്ചെന്നാ തോന്നേ. എന്നെ പറ്റി? പാമ്പാന്നാ സാറേ തോന്നേ. പാമ്പോ? സാറേ, എന്ത് ചെയ്യും സാറേ നമ്മൾ? ഇനി എടാ പൊട്ടാ, നീ വന്നേ. ഇയാളെ പാമ്പ് അടിച്ചെന്ന്. ഇപ്പൊ ശരിയായി സാറേ. വാ പോവാം. പിന്നെ ആള് കൊള്ളാലോ ഈ പൊട്ടനാണേലും. കാടിനൊരു ഭാഷയുണ്ട്, മണമുണ്ട്, പാട്ടുണ്ട്, കഥകളുണ്ട്. വീണ് മുളച്ചത്, ചാഞ്ഞു മുളച്ചത്, കാടങ്ങനെ. നമ്മൾ നട്ടതല്ല കാട്, കാട് കാടായി വന്നത്. പച്ചയായ കാടിന് പച്ചയായ പാട്ടുണ്ട്. എടാ പൊട്ടാ, ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? സാറേ, വിശക്കുന്നു. എടാ പൊട്ടാ, ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? വേഗം കൊണ്ടുപോടാ. അയ്യോ,
ചേരാ. സാറേ, ആ മരിച്ചു കിടക്കുന്നത് നക്സലാണോ മാവോയിസ്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു.